ഹലോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാറ്റ് ഒരുവിധം പോകാറായി. ഇപ്പം അങ്ങനെ ചെടി നനയ്ക്കാറില്ല. ഒരു ചെടികളിപ്പം നനയ്ക്കാറില്ല. അമ്മ ഈന്തപ്പഴം കുത്തണ കാരണം രാവിലെ നനയ്ക്കാൻ സമയം കിട്ടാറില്ല. ഞാൻ പിന്നെ എപ്പോഴും വൈകിയാണ് എണീക്കണേ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രി 9 മണിയൊക്കെ കഴിയും. കുറച്ച് സവാള മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇപ്പി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അത് കുറച്ച് പറിച്ചെടുത്തു. ഇത് 3-4 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇച്ചിരി മുളച്ച് വരുന്നുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഒനിയനൊക്കെ കടയിൽ എന്താ വില? പാതിമുക്കാൽ ചെടികളും പതുക്കെ വാടി തുടങ്ങി. വല്ലപ്പോഴെങ്കിലും നനയ്ക്കണേന്ന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് നനയ്ക്കാറില്ല. ഇതിപ്പോൾ കുറേ നാളായിട്ടോ ഈ മുല്ല ഇവിടെ നിൽക്കണം. ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. ഇന്നിപ്പോൾ പൂത്ത് 2-3 മുട്ടൂര് പൂവായിട്ട് നിൽക്കണ്ടായി. ഞാനപ്പോൾ നനച്ച് കഴിഞ്ഞപ്പോൾ ആ പൂ താഴത്തേക്ക് ചാടിപ്പോന്നു. ആകെ ഒരു പൂവുള്ളൂ, എന്നാലും നല്ല മണമുണ്ട്. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ചെടികളൊക്കെ ഒന്ന് എണീറ്റ് ഉഷാറായി തുടങ്ങി. പിന്നെ ഞാൻ നമ്മുടെ കുട്ടുപാട്ടൊന്ന് പാടി ഈ പൂവൊക്കെ ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾ കേട്ടാൽ വിട്ടെന്ന് ഓർത്തിട്ടാണ് സൗണ്ട് മ്യൂട്ട് ചെയ്ത് കളഞ്ഞേക്കണേ. എന്താ അല്ലേ മനുഷ്യൻ്റെ ഓരോരോ തോന്നലുകളെ. ഹൈ, ഇത് നമുക്ക് ഈ ടീ ബാഗ് വെച്ചിട്ട് ചായ ഉണ്ടാക്കാം, ഇപ്പി ഉണ്ടാക്കാം. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പി വാങ്ങണം കേട്ടോ. ഒരുപാട് നാളുകളായി. കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ ബാഗ് ഇറക്കി വയ്ക്കാം. അങ്ങനെയാണല്ലോ ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പൊതി അഴിച്ചു. എന്തൊക്കെ ടെക്നിക്കാണല്ലേ. പണ്ട് എപ്പോഴും ഇതുപോലത്തെ ടീ ബാഗ് നമ്മുടെ സേതുരാമയ്യ CBIയിലൊക്കെ മമ്മൂട്ടി എപ്പോഴും ചായ കുടിക്കും അപ്പം കാണിക്കാറുണ്ട്. അങ്ങനെയാണിത് ടീ ബാഗൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സിനിമ കാണുന്നതിന് ഉപകാരമുണ്ടേ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചൂടുവെള്ളം ഒഴിക്കുക, ഈ ബാഗ് അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുക. എന്തോ ഒരു കടുപ്പം വേണം അതിനനുസരിച്ച് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ അതിനകത്ത് തന്നെ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ എടുത്ത് കളയാം. കുറച്ച് പഞ്ചസാരയും കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സ്ട്രാ ഇടണ്ടായിരുന്നു. ചായയും ഇപ്പം അങ്ങനെ ഞാൻ കുടിക്കാറില്ല. അപ്പോൾ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്മ ഹാപ്പി. അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും രാവിലെ വൈകുന്നേരം ചായ വേണം. ഇതാകുമ്പോൾ എളുപ്പമായല്ലോ. അങ്ങനെ രീതികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ പപ്പടോടെ അങ്ങനെ 1-2 പലഹാരങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ബെക്കാപ്പി. ഇവൻ എന്ത് പാത്രം അനങ്ങിയാലും കൂടാനങ്ങിയാലും അപ്പം നോക്കും. കുറച്ച് ഇപ്പി ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു പങ്കും ബെക്കാപ്പിക്കുള്ളതാണ്. അമ്മ വേണ്ടാവെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അമ്മയ്ക്ക് അങ്ങനെ പൊതുവെ ഇപ്പി ഇഷ്ടമല്ല. പിന്നെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു. ചിക്കനും കഴിക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പിയും കുറച്ച് ബുൾസ ഇങ്ങനെ സെറ്റ് ചെയ്തതും കൂടി ഉണ്ടാക്കി എല്ലാം മിക്സ് ചെയ്ത് സൂപ്പറായിട്ട് എടുത്തു. ഇതെന്താ ഉണ്ടാക്കി വെച്ചേക്കണം എന്നോട് ചോദിക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമായി. എന്തുണ്ടാക്കിയാലും എനിക്ക് ആദ്യം തന്നെ ഒന്ന് തിന്ന് നോക്കണം. അതിൻ്റെ ഒരു ആക്രാന്താണത്. തിളച്ച സാധനം ചൂടോടെ എടുത്ത് വായിലേക്ക് ഇട്ടു. ഔഫ്, അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി. ഏതായാലും കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നേ. സിനിമ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ദമയേക്കും. അങ്ങനെ സിനിമയും കണ്ടു, കുറച്ചത് ഇപ്പിയും തിന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.